അപ്പൊ ഹലോ ഗേസ്, നമ്മളാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഒപ്പം ഞാനുണ്ട്. പിന്നെ ബോസേ ഒരു വീഡിയോ ലൈക്ക് അടിച്ചിട്ടില്ലല്ലോ, ആ ലൈക്ക് അടിക്കാൻ പറയും. എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയും. പിന്നെ ഏതായി ഒരു കുതിര? കഴുതന്റെ ഒപ്പം എല്ലാം തൊട്ട് നമ്മളെ അയൽവാസിത്തെ കാക്ക എവിടെക്കോ ടൂർ വയ്ക്കാണ്. അപ്പൊ പറഞ്ഞു ഈ കഴുതടൊപ്പം കുതിരനെ നിർത്തിക്കോ. നിങ്ങള് നൈസിൽ ഇന്നങ്ങോട്ട് ഊക്കില്ലേ. പിന്നെ കേസ്, നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീടിന് പെയിന്റ് അടിക്കണം. അപ്പൊ പെയിന്റ് അടിക്കുമ്പോ ഏത് കളർ അടിക്കണം താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ആകെ ഡൗട്ടിലാണ്. ബോസേ നമുക്ക് RGB ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്താലേ ഈ വൈറ്റ് കളർ. എന്നാ അതിന്റെ കറണ്ട് ബില്ല് എന്റെ അമ്മായിയൊപ്പം വന്ന് കൊടുക്കും. ബോസേ അതിന് ചമ്മായിയപ്പം ഇല്ല ബോസേ, ഞാൻ സിംഗിൾ ആണ്. സാരല്ലേ, ഞാൻ എനിക്ക് ഐസ്ക്രീം മേടിച്ചുതരാം. സന്തോഷമായി. ബോസേ ഒരു വാനില ഒരു ചോക്ലേറ്റ് മതിട്ടൊന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ ബോസേ. ഇന്നലെ ഷോറൂം തുറന്നപ്പോ തന്നെ കൊറേ കാർ ഉണ്ടായിരുന്നു, അത് മൊത്തം വിറ്റ് പോയിന്നാണല്ലോ കേട്ടത്. സത്യം? ആടദാസപ്പ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഓഫർ കൊടുത്തോട്ടില്ല കാറും ബൈക്കും ഒക്കെ വിറ്റ് പോയിക്കണം. അപ്പൊ ഇന്നെന്താ പരിപാടി ബോസ്? അപ്പൊ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ ബെന്നിയുടെ അടുത്തേക്ക് പോകണം. ബെന്നിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്നലെ കൊടുത്ത റോൾസ് റോയ്സ് ഇല്ലേ മോഡിഫിക്കേഷൻ ചെയ്യാൻ, അത് അവിടെ കിടക്കുന്നുണ്ട്. അത് നമുക്ക് എടുക്കണം. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കൊടുത്തിട്ട് ആൾക്ക് സെയിൽ. പിന്നെ ബെന്നിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ വേറെ ഒരു റോൾസ് റോയ്സ് കൊടുത്തിട്ടുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഇന്ന് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് നാളൊക്കെ അവിടെ എത്തിച്ചു കൊടുക്കണം. ബോസ് എങ്ങളാണെന്നുണ്ടെങ്കിൽ ബൈക്കാ മേലെ കൊണ്ട് കയറ്റി. എടാ വാടോ, സ്ക്രാച്ച് ആവൂലേ? അതിനല്ല നമ്മളെ ബെന്നി എല്ലാ പെയിന്റും ഓന്റെ അടുത്ത് ഉണ്ടായാ മതി. നിങ്ങൾ ചിലക്കാണ്ട് കയറ്റിട്ടാണ്. എന്ത് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ കുറെ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഇതിന്റെ മേലൊക്കെ വണ്ടി കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് എടുത്ത് തിരിച്ചു പോകാം. നമ്മളെ ബെന്നിയാണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, കാറും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് റോൾസ് റോയ്സ് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ആളിപ്പോൾ വരും. അപ്പോൾ ആൾക്കത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കാം. അപ്പോൾ പിന്നെ എന്താ നമുക്കത് പോയിട്ട് എടുക്കാല്ലേ? അല്ല ഇവിടെ നിൽക്കാം. ഇന്നജ് ഇവിടെ നിന്നോ, ഞാൻ പോവാ. അത് പറ്റൂല, ഞാനുണ്ട്. അപ്പോൾ കേസ് അങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ ബെന്നിയുടെ വർക്ക്ഷോപ്പ് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി മോഡിഫൈഡ് റോൾസ് റോയ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ പെയിന്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് നമ്മുടെ എന്താ ബെന്നി സെറ്റാക്കി കൊടുത്തേക്കണത്. ഇതെന്താണ് ഒരു മുക്കിലും മൂലിലും ഓരോ പെയിന്റ് ഇട്ട് അടിച്ചു കൊടുത്തത്? എടാ ദാസപ്പ എനക്ക് അറിയില്ലേ, അതാണ് ഇപ്പത്തെ ട്രെൻഡ്. അപ്പൊ നമ്മൾ അടുത്ത റോൾസ് റോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതുക്കും പൊളിയാണ്. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പോകണം. അപ്പൊ ആദ്യം ഇതാണെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യണം. പിന്നെ നമ്മളെ ബെന്നിയുടെ വർക്ക്ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാത്തത്. അതിൽ കുറേ അധികം വർക്ക്ഷോപ്പിൽ മറ്റേ ലക്ഷറി കാർസ് ഉണ്ട്. അതായത് 15 റോൾസ് റോയ്സ് തന്നെ അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ റോൾസ് റോയ്സ് ആണെന്നുണ്ടെങ്കിൽ റോൾസ് റോയ്സ് അല്ല, വർക്ക്ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് വെച്ചതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വല്ലതും നശിപ്പിക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ തന്നെ അടിച്ചു മാറ്റി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വളരെ കൂടുതലാണ്. അല്ല ബോസ്, എങ്ങളിന്ന് പല്ല് തേച്ചിട്ടില്ല? അല്ല തേച്ചുക്കണു. അല്ലൊരു സംശയം ഉണ്ടായിരുന്നു. ബ്രോ ഇത് നിങ്ങളല്ലേ, നിങ്ങൾക്കല്ലേ റോൾസ് റോയ്സ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങോട്ട് വരി. എന്താ ഇപ്പൊ അവിടെ നിന്ന് കളിക്കണ്? ഞാൻ വരും. നിങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ വീഡിയോ എടുക്കുന്നില്ല, അപ്പൊ അതിന് ശല്യപ്പെടുത്തേണ്ട വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നീന്നത്. അപ്പൊ ഇതൊന്ന് സെറ്റാക്കി കൊടുത്തിട്ട് നമുക്ക് അടുത്ത കാർ എടുക്കാൻ വേണ്ടി വേഗം പോവാം. അപ്പൊ അങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത റോൾസ് റോയ്സ് എടുക്കാൻ വന്നിട്ടുണ്ട്. ദാസപ്പ ഈ റോൾസ് റോയ്സിനെ കുറിച്ചിട്ട് എന്താണ് എനിക്ക് പറയാൻ പറ്റുന്നത്? ഇത് എനിക്ക് കണ്ടിട്ട് നമ്മളെ മെക്കാവല്ലേ, മറ്റേ ആ പറക്കണ പച്ച തത്തറ പോലത്തെ പക്ഷി, അതിന്റെ അതേപോലെ ഉണ്ട്. എന്താ കാട്ട, പച്ച നീല മഞ്ഞ എല്ലാ കളറും ഉണ്ട്. ഇനി എന്താ ഫ്രണ്ടിൽ ബ്ലാക്ക് ഏതോ കളറും ഉണ്ട്. എല്ലാതും നിറഞ്ഞൊരു കാറിന് സെറ്റ് വണ്ടിയാണ്. റെയിൻബോ കളറിന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ കാറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കാണെന്നുണ്ടെങ്കിൽ 25 കോടിയാണ് കിട്ടാൻ പോകുന്നത്. ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ജീവിതകാലം മൊത്തം ഇരുന്ന് KFC നിന്നു. പിന്നെ കാറ് മേടിച്ചാൽ എൻ്റെ ഓട് വന്ന് കൊടുക്കോ ബാക്കി പൈസ? അത് ശരിയല്ലേ. അപ്പൊ നമ്മളെ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഇവിടെ നിർത്തിയിട്ടേക്കാം. അപ്പൊ അവര് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യും. അപ്പൊ ഈ മഴവിൽ കാറിന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പുറത്തെ തൊടുക്ക് മൊബൈൽ എടുത്തെറിയാതെ ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിച്ചിട്ട് പവർ ആക്കിയിട്ട് അവിടെ എടുത്ത് വെച്ചേക്കാം. അപ്പം എന്നാ ശരി.